ഞാനിപ്പോഴുള്ളത് വാളൂർ അള്ളിയോറത്താഴ തോടിനരികിലാണ്. ഇവിടെ കഴിഞ്ഞ ആഴ്ചയാണ് നാടിനെ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടായത്. ഇവിടെയാണ് അനുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? അനു പറഞ്ഞ പെണ്ണ് പിന്നെ ഭർത്താവ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് മുളിയങ്കൽ അവിടെ നിന്നതാണ്. ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു 9:30 മണിക്കാണ് പകൽ. അപ്പോൾ അവിടുന്ന് ബൈക്കുമേൽ ഒരാൾ കയറാൻ പറഞ്ഞു. ഒരു അർജൻറ്റ് കൊണ്ട് ആ ഒരു ബൈക്കുമേൽ കയറി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് പിന്നിട്ട് ശേഷം അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് തലക്കടിച്ചെന്നാണ് കേട്ടത്. തലക്കടിച്ചിട്ട് തള്ളിയതാണ്. കൊന്നിട്ട് പറഞ്ഞ ശേഷം അന്ന് വെള്ളം കുറവാണ്, വെള്ളം വളരെ കുറവാണ്, പിന്നെ ഒലിക്കുകയൊന്നുമില്ല. അപ്പോൾ പിറ്റേന്നാണ് ഈ ബോഡി വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരു ഡമ്മി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നുവെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, ഡമ്മി ആയിരിക്കുമെന്ന് വെച്ചാൽ. അപ്പോൾ ഫുൾ ഡ്രസ്സൊന്നും ഇല്ല, പിന്നെ കാലം കൊട്ടൊന്നും ഡ്രസ്സില്ല, അതുപോലെ തന്നെ ഇവിടെ ഒന്നുമില്ല. ഞാനാകേണ്ടത് അന്ന് അവിടേക്കൊക്കെ ഞങ്ങളെപ്പോഴും പോകുന്നൊരു ഏരിയയാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ തൂപ്പ് വെട്ടാൻ വേണ്ടി പോയതാണ്, നമ്മൾ പച്ചക്കറിക്ക് വെക്കാൻ. അന്ന് ഇത് കാണുന്നത്, വെറുതെ ഞാൻ താഴേക്ക് നോക്കിയാലാണ് ഇത് കാണുന്നത്. പിന്നെ ആ സമയത്തൊന്നും ഒരാളാന്നുള്ളത് അന്നേരമൊന്നും മനസ്സിലാകില്ല. നാട്ടിലെല്ലാവരും ഇപ്പം ഭീതി ജനമായൊരു ഇതിലാന്ന്. ഇപ്പോൾ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, പെണ്ണുങ്ങളൊന്നും സ്ത്രീകളൊന്നും ഒറ്റ ഒരു സുരക്ഷയില്ല ഇവിടെ. ഞങ്ങളൊക്കെ രാത്രി പകരൊക്കെ ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. മഹിളാ സോഷ്യലായാലും പ്രവർത്തനത്തിലായാലും ഒക്കെ ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇനി ഇറങ്ങി നടക്കണം. ഒരു പെൺകുട്ടി ഇങ്ങനെ അവസ്ഥ ഉണ്ടാവരുന്നാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് മക്കൾക്കൊന്നും ഈ വഴി നടന്നു പോകാൻ പറ്റുന്നില്ല. അത്ര സ്വന്തം വീട്ടിലെ കക്കൂസിലേക്ക് പോകാൻ രക്ഷിതാക്കൾ എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്, കുട്ടികൾ പേടിച്ചിട്ട്. കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതി മുജീബിനെ തെളിവെടുപ്പിനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അയാളെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്ന നാട്ടുകാരാണ് നമുക്ക് പുറകിലുള്ളത്. ഇതിനെ ഞാക്ക് വിട്ടു തരണം, അതാ പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചെയ്യണം. ഇനിയും പുറം ലോകം കാണാൻ വെച്ച് പൊറപ്പിക്കരുത്. ഞാക്ക് നടക്കണതിലോടി 57ഓളം കേസുകളിൽ പ്രതിയായ ഒരാൾ പിന്നെ ഇത്രയും പിന്നെ വളരെ ഒരു നീചമായൊരു കൃത്യമാണ് ഇവിടെ നടത്തിയത്. പ്രതിന ഇവിടെ ഇറക്കി എന്നല്ലാണ്ട് ജനരോഷം കൊണ്ട് പോലെ തിരിച്ച് അങ്ങ് കൊണ്ടുപോയതാള് തെളിവെടുത്തിക്കില്ല. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, നാട്ടുകാർ അംഗീകരിക്കില്ല. വളരെ സെക്കൻഡുകൾ മാത്രമാണ് പ്രതിയുമായി ഇവിടെ പോലീസിന് തെളിവെടുപ്പ് നടത്താൻ സാധിച്ചത്. പ്രതിയുടെ മുഖം മറച്ചതിനെ തുടർന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രതിയെ പെട്ടെന്ന് തന്നെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. പ്രതിയെ കൂവി വിളിച്ചാണ് ജനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് എതിരേറ്റത്. കൂടാതെ തന്നെ പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുമുണ്ടായി. രാവിലെയാണ് തെളിവെടുപ്പ് പറഞ്ഞിരുന്നെങ്കിലും ജനരോക്ഷത്തെ തുടർന്നാണ് അത് വൈകുന്നേരത്തേക്ക് മാറ്റിയത്. ജനപ്രതിനിധികളും പോലീസും ജനങ്ങളോട് സംസാരിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വരികയായിരുന്നു.